അടുത്തതായി ആശംസ അറിയിക്കാനായി പ്രശസ്ത അഭിനേത്രി ശ്രീമതി തസ്നി ഖാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്. KL 078000 വണ്ടി ദയവ് ഏതൊന്നും മാറ്റണം. ഒരു വണ്ടിയും കൂടി ഉണ്ടായിരുന്നു 1717, അതും കൂടി ഒന്ന് മാറ്റണം. ക്ഷമിക്കണം മാം. നോ പ്രോബ്ലം. നമസ്കാരം, ഗുഡ് ഈവനിങ്, അസ്സലാം വലൈക്കും. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കേരള വിഷൻ്റെ ഇഫ്താർ സംഗമം പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ നോൻപ് മാസമായിട്ട് ഇന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോമ്പ് തുറക്കുന്ന ആദ്യമായിട്ടാണ്. പുറത്ത് ഇതുവരെ വീട്ടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഈ മാസം ഷൂട്ടിങ്ങോ വർക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നോമ്പ് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചു. കേരള വിഷൻ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മതമൈത്രിയുടെ ഒരു ഇഫ്താർ സംഗമമാണെന്ന്. അങ്ങനെ ഒരു മതമൈത്രിയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ചും ഈ മാസത്തിൽ. കാരണം നമ്മൾ മാത്രം വീട്ടിലൊതുങ്ങി ഞങ്ങൾ മാത്രം ഒരുമിച്ച് ഉമ്മയും മക്കളൊക്കെ നോമ്പ് തുറക്കുന്നതും പുറത്ത് എല്ലാവരും കൂടി കൂടിയുള്ളൊരു നോമ്പ് തുറ എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. എന്തായാലും ഈ മാസം എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരും അറിവുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ അത് പറഞ്ഞ് ചളവാക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഈ മാസം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് വിശപ്പ്, അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കണം. അത് ഒരുപാട് കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങൾ നോമ്പെടുത്താൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ക്ഷമയും ഒക്കെ മനുഷ്യന് ആവശ്യമാണ്. സാധാരണ ഷൂട്ടിംഗ് സമയങ്ങളിൽ ഞാൻ നോമ്പെടുക്കാറില്ല, സത്യം പറയാലോ. കാരണം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എൻ്റെ ക്യാരക്ടർ ചിലപ്പം ഒരു ക്രിസ്ത്യനായിരിക്കും, ഒരു ഹിന്ദു ആയിരിക്കും. ഈ സമയത്ത് ഈ ഡ്രസ്സ് ഇട്ട് നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യാത്ത കാര്യം. നോമ്പെന്ന് പറയുമ്പം അതിന് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കണം നമ്മൾ. കാരണം നിസ്കാരം, കാര്യങ്ങൾ, ഓത്ത്, ഇതൊക്കെ കൊണ്ടുപോയിട്ട് നോമ്പെടുക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ രീതി. അല്ലാതെ ഇപ്പം നമ്മൾ വെറുതെ ഒരു പൊട്ടും തൊട്ട് സെറ്റും മുണ്ടും എടുത്ത് അഭിനയിച്ചിട്ട് എനിക്ക് നോമ്പാന്ന് പറയുന്നതിൽ എനിക്ക് അതിനോടൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അത് പിന്നീട് നമ്മൾ വീട്ടും, അതങ്ങനെയാണ് വേണ്ടത്. ഇപ്പം സാധാരണ ഒരു നോമ്പ് പോയി കഴിഞ്ഞാൽ, നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിട്ട നോമ്പ് ഏതൊക്കെയാണ് അത് പിന്നീട് അങ്ങ് നമ്മൾ വീട്ടിൽ തീർക്കും. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഫ്താർ സംഗമത്തിൽ തന്നെ പങ്കെടുക്കുന്നത്. സാധാരണ വീട്ടിൽ തന്നെയാണ് നോമ്പ് തുറ. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടി ഒരു നോമ്പ് തുറക്കും. അങ്ങനെയല്ലാതെ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. കേരള വിഷന് അടുത്ത കൊല്ലാകുമ്പം ഇതിലും നല്ലൊരു ഇഫ്താർ പങ്കെടുക്കാൻ സാധിക്കാനും ഇതിലും വലിയൊരു ഇഫ്താർ തന്നെ നടത്താൻ സാധിക്കട്ടെ എന്ന് പടച്ചവനോട് ഞാൻ ദുആ ചെയ്യാം. എന്തായാലും വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.